ഇസ്രായേൽ ആക്രമണത്തിന്റെ കെടുതികൾക്കിടെ റമദാൻ മാസത്തെ വരവേറ്റ് ഗസയിലെ ഫലസ്തീനികൾ. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ മേശകൾ നിരത്തി അവർ ആദ്യത്തെ നോമ്പുതുറ കഴിച്ചു. അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെയാണ് ഫലസ്തീനികൾക്ക് ഇഫ്താർ വിഭവങ്ങൾ ഒരുക്കുന്നത്. ഇന്നലെ നടന്ന തറാവി നമസ്കാരത്തിലും നിരവധി പേർ പങ്കെടുത്തു. വിശുദ്ധ മാസത്തിലും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഇന്നൊരാൾ കൂടി ഗസയിൽ കൊല്ലപ്പെട്ടു. അബ്ബാസ് മുഹമ്മദ് ചേരുകയാണ് വിവരങ്ങളുമായി. അബ്ബാസ്, ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായ നാളുകളിലൂടെയാണ് ഗസയിലെ സാധാരണ മനുഷ്യർ കടന്നു പോകുന്നത്. അപ്പോഴും വ്രതാനുഷ്ഠാനത്തിൻ്റെ ഈ നാളുകൾ അതിനെ മനസ്സുകൊണ്ട് അവർ സ്വീകരിക്കുകയാണ്. ഒപ്പം തന്നെ സന്നദ്ധ സംഘടനകൾ ഒരുക്കുന്ന ഭക്ഷണം, അതാണ് ഈ വ്രതം, റമദാൻ നോമ്പ് നോറ്റ് അവർ നോമ്പുതുറയായി എടുക്കുന്നത്. ഒപ്പം തന്നെയാണ് ഇപ്പോഴും ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുന്നു എന്നുള്ളത് വലിയ ഞെട്ടിക്കുന്ന ഒരു സങ്കടകരമായ കാര്യം കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഫലസ്തീനിലെ സാധാരണ മനുഷ്യർ ഈ നോമ്പ് ദിനത്തെ, ആദ്യ റമദാൻ ദിനത്തെ വരവേറ്റത്? അതെ മഹേഷ്, സമകാലിക ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വേദനകൾ അനുഭവിച്ച, അതുപോലെ യാതനകളും പീഡകളും ഏറ്റുവാങ്ങിയ ഒരു സമൂഹമുണ്ടെങ്കിൽ അത് ഫലസ്തീനികളാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ 2 വർഷമായി ഒരു വലിയ യുദ്ധം ഇസ്രായേൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ചോരയും കണ്ണീരും ഒക്കെ കുതിർന്നു വീണ ഒരു മണ്ണിലേക്കാണ് റമദാൻ ഒരു വെളിച്ചത്തിന്റെ തിരി കത്തിച്ച് കടന്നെത്തുന്നത്. ഇങ്ങനെ ഈ റബ്ബുകൾക്കിടയിൽ, ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ, അതിന്റെ കൂനകൾക്കിടയിലാണ് അവർ റമദാനെ വരവേറ്റത്. ആദ്യത്തെ റമദാൻ ആയിരുന്നു എന്ന് മറ്റു മുസ്ലിം രാജ്യങ്ങളെ പോലെ തന്നെ ഇന്ന് അവർ 1ാമത്തെ റമദാൻ കഴിക്കുന്നു. നമുക്ക് ആ സ്ക്രീനുകളിലെ ചിത്രങ്ങളിൽ നമ്മൾ വ്യക്തമാണ്. അവിടെ തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിലാണ് അവർ ഇന്നത്തെ നോമ്പ് തുറയും അതുപോലെ ഇന്നത്തെ സുഹൂറും ഒക്കെ കഴിച്ചത്. സന്നദ്ധ സംഘടനകൾ നൽകുന്ന ഭക്ഷണ വിഭവങ്ങളാണ് അവർക്ക് പ്രധാനമായിട്ടും അവർക്ക് ആശ്രയിക്കാനുള്ളത്. അവിടെ ഒന്നുമില്ല. നമുക്കറിയാം, വീടിന്റെ അവസാനത്തെ കല്ല് പോലും ഇസ്രായേൽ ബോംബറുകൾ തകർത്ത് കളഞ്ഞ ഒരു നാടാണ് ഗസ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ വലിച്ചു കെട്ടിയ കുടിലുകൾ, ടെന്റുകൾ, അതുപോലെ താൽക്കാലിക കെട്ടിടങ്ങളൊക്കെ മാത്രമാണ് അവിടെ ഉള്ളത്. 90% ഗസയിലെ അടിസ്ഥാന സൗകര്യങ്ങളും തകർന്നുപോയി എന്നതാണ് UN-ന്റെ തന്നെ ഒരു കണക്കുള്ളത്. ഏതായാലും അതിനിടയിലാണ് റമദാൻ ഒരു പ്രതീക്ഷയുടെ ഒരു ചെറിയ തിരുനാളമായി അവർക്കിടയിലേക്ക് വന്നെത്തുന്നത്. നമുക്ക് ഈ വേദനകളെ കുറിച്ചും യാതനകളെ കുറിച്ചും പറയുമ്പോൾ തന്നെ ഇത്രമാത്രം അടങ്ങാത്ത ഇച്ഛാശക്തിയുള്ള ഒരു സമൂഹം കൂടിയാണ് ഫലസ്തീനികൾ എന്നുകൂടി നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം ഈ 75 വർഷത്തോളമായി നീണ്ട ഈ യുദ്ധത്തിനിടയിലും അവർക്ക് ഇസ്രായേലിന് ഇതുവരെ ആ ജനതയെ തോൽപ്പിക്കാനായിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അത്രക്കും ഇച്ഛാശക്തിയുള്ള ഒരു ജനതയായി ഫലസ്തീൻ ഈ ലോകത്തിന് മുമ്പ് നിൽക്കുന്ന വേളയിലാണ് റമദാൻ കൂടി എത്തുന്നത്. ഈ റമദാനൊപ്പം എത്തുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട സംഗതി, ഗസയിൽ വിഭവങ്ങളൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ നട്ട് നനച്ചുണ്ടാക്കുന്നുവെങ്കിൽ അങ്ങനെ ഒന്നും നട്ട് നനച്ചുണ്ടാക്കാൻ കഴിയാത്ത വിധം ഊഷരമായി പോയൊരു ഭൂമിയാണ് നിലവിൽ ഗസയിലേത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും ഉണ്ടാകുന്നില്ല. ലോകരാജ്യങ്ങളുടെ, അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഒക്കെ സഹായം കൊണ്ടാണ് ഗസ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സഹായങ്ങളൊന്നും എത്തിക്കരുത്, ഒന്നും അവിടേക്ക് എത്തരുത് എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടെ, കടുംപിടുത്തത്തോടു കൂടെ ഇസ്രായേൽ ഭരണകൂടം അപ്പുറത്ത് നിൽക്കുകയും ചെയ്യുന്നു. അതിനിടയിലാണ് സ്വാസ്ഥ്യത്തിൻ്റെക്കുള്ള ചെറിയ യാത്രയിലാണ് നിലവിൽ ഗസയുടെ ഭൂമിയുള്ളത്, അവിടുത്തെ ആളുകളുള്ളത്. ഏതായാലും ആ ഒരു ഗസ റമദാന്റെ ആദ്യ നോമ്പിനെ വരവേൽക്കുന്ന സമയത്ത് നമുക്ക് മറ്റൊരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കേണ്ടതുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഗസയിൽ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു. ഫുട്ബോളിനെ കുറിച്ച് നമുക്കറിയാം. ഒരു ചെറിയൊരു പന്ത്, ഒരു കാറ്റം നിറച്ചൊരു തുകൽപന്ത്, ആ തുകൽപന്തിനെ കൂടെ ഓടുന്ന ഒരുപാട് ആളുകൾ. അവർ ഇങ്ങനെ വേദനകൾ മറക്കുന്നത് ഇത്തരം കളികളിലൂടെയും അതുപോലെ വിനോദങ്ങളിലൂടെയാണ്. അങ്ങനെ ഗസ പതിയെ ജീവിതത്തിലേക്ക്, സ്വാസ്ഥ്യത്തിലേക്കൊക്കെ തിരിച്ചെത്തുന്ന വേളയാണ് നിലവിൽ. എങ്കിൽ പോലും ഈ ഘട്ടത്തിൽ പോലും, ആ ഒരു സമയത്ത് പോലും നമുക്ക് പറയാനുള്ളത്, ഗസയിൽ നിരന്തരമായി വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തെ കുറിച്ചാണ്. ഇന്നും ഗസയിൽ നമ്മൾ ഇൻട്രോയിൽ ഒരാളാണ് വായിച്ചത്. ഇതിന്റെ ഏറ്റവും പുതിയ അൽ ജസീറയുടെ റിപ്പോർട്ട് പ്രകാരം 2 പേരാണ് നിലവിൽ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിലൊരു കുഞ്ഞാണ്. ആ കുഞ്ഞ് വടക്കൻ ഗസയിലെ തന്റെ തകർന്നുപോയ വീട് നോക്കാൻ വേണ്ടി പോയ ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞുങ്ങൾക്ക് നേരെ നടത്തിയ ഒരു ആക്രമണത്തിലാണ്, ഒരു ബോംബാക്രമണത്തിലാണ് ഒരു കുട്ടി അവിടെ ഗസയിൽ കൊല്ലപ്പെടുന്നത്. രണ്ടാമത് 20-കാരനായ മുഹമ്മദ് ജമാൽ എന്ന് പറയുന്ന ഖാൻ യൂനിവേഴ്സിറ്റി സമീപമുള്ള ഒരു നഗരത്തിലെ പ്രാന്തപ്രദേശത്തെ ഒരു യുവാവാണ്. ഈ 2 പേരാണ് ഇന്ന് ഗസയിൽ മരിച്ച ആളുകൾ. ഇതോടുകൂടി വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേൽ കൊലപ്പെടുത്തുന്നവരെണ്ണം 602ആയി.
അവിടെ പരിക്കേറ്റവരുടെ എണ്ണം 1620 ഇതുവരെ ആകെ ഈ 2 വർഷം നീണ്ട യുദ്ധത്തിൽ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 72,000 കവിയുകയാണ്. പരിക്കേറ്റവരുടെ എണ്ണം 1,71,000 കവിയുന്നു. ഇതാണ് ഗസയിലെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. ഏതായാലും ഗസ അങ്ങനെ പതിയെ സ്വസ്ഥ ജീവിതത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇസ്രായേലിന്റെ കടുംപിടുത്തം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടത്, ഈ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട റഫ അതിർത്തി സമ്പൂർണ്ണമായി തുറക്കുക എന്നുള്ള ഒരു ഉപാധി ഇതുവരെ ഇസ്രായേൽ നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഗസയിലേക്ക് വലിയ സഹായങ്ങൾ എത്താനുള്ള, ട്രക്കുകൾ എത്താനുള്ള കാലതാമസമുണ്ട്, അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതുകൂടി തുറന്നാൽ മാത്രമേ ഗസ പതിയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കൂ. ഏതായാലും റമദാൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ്. ആ റമദാനെ ഗസ കൂടി വരവേറ്റിരിക്കുകയാണ്. സ്വസ്ഥ ജീവിതത്തിലേക്കുള്ള ചെറിയ യാത്രയിലാണ് ഗസ എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും.